ഉണ്ടായിരുന്നു. അപ്പൊ മാമ പറഞ്ഞു മിനിയൂട്ടി പോവാന്ന്. അപ്പൊ ഞങ്ങള് ഇപ്പൊ മിനിയൂട്ടി പോവാൻ നിൽക്കുന്നു. ഞങ്ങൾക്ക് 2 ദിവസം സ്കൂളില്ലായിരുന്നു. അപ്പൊ ചേച്ചി പോരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങളിവിടെ കുറെ തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ മിനിയൂട്ടിയിൽ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇവിടുന്ന് 5-6 കിലോമീറ്റർ മിനിയൂട്ടിക്ക് ദൂരമുള്ളൂ. ഞങ്ങൾ മിനിയൂട്ടിക്ക് അടുത്തുള്ള തിരുവോണമല ക്ഷേത്രം വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. മിനിയൂട്ടീൻ്റെ പ്രകൃതി ഭംഗി നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. മാമ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മഴക്കാലമായിട്ടും തിരക്കിനൊന്നും ഒട്ടും കുറവില്ല, നല്ല ആൾക്കാരുണ്ട്. മിനിയൂട്ടിയിലെ മെയിൻ പാർക്ക് മിസ്റ്റി ലാൻഡ് ആണ് കേട്ടോ. ഞങ്ങൾ കണ്ടിട്ടുള്ളത് മിസ്റ്റി ലാൻഡ് ആണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല. അതിനുശേഷമാണ് ഇതിന് മിനിയൂട്ടിന്ന് പേര് വന്നത്. ഇവിടെ എൻട്രി ഫീ 20 രൂപയാണ്. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിൽ ചെറുതിന് 50 രൂപയും വലുതിന് 200 രൂപയാണ്. ആദ്യം ഞങ്ങൾ പരിസരമൊക്കെ ചുറ്റിക്കറങ്ങി, പിന്നെയാണ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അറിയുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ഇവിടെ നടന്നു വരുമ്പോൾ ഇരിക്കാനായിട്ട് കുറെ ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ എല്ലായിടത്തും കാണുന്നത് പോലെ നമ്മുടെ മിനിയൂട്ടി എന്നുള്ള ബോർഡും കാണാം. പിന്നെ അവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ 1 മണിക്കൂറോളം ഇവിടെ ചുറ്റി കറങ്ങിയിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടവർക്കറിയാം, അത്രയ്ക്ക് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത്. പിന്നെ അവിടെ കുട്ടികൾക്ക് പറ്റിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോണത് ഗ്ലാസ് ബ്രിഡ്ജിക്കാണ്. ഇവിടെ ചെരുപ്പ് ഊരിയിടാൻ നിർദ്ദേശം തരുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മമ്മയ്ക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ കൈ പിടിച്ചൊക്കെ കൊണ്ടുപോയിരുന്നത്. അമ്മമ്മയ്ക്ക് പേടി തോന്നാൻ കാരണം അമ്മമ്മ കയറിയ പാടുന്ന താഴത്തേക്ക് നോക്കിയ. അപ്പൊ താഴത്തേക്ക് കാണുമ്പോൾ നല്ല ആയുള്ള മാതിരിയാണ് തോന്നുന്നത്. അപ്പൊ അമ്മമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയ ടൈമിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രസകരമായ കുറെ കാഴ്ചകൾ കാണാൻ പറ്റി. പാടത്ത് വരമ്പിലൂടെ പോകുമ്പോൾ ചളിയിൽ വികുന്ന് പേടിച്ച് നടക്കുന്ന പോലെയാണ് ഇവിടുന്ന് നടക്കുന്ന കുറെ പേര്. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ എൻഡിലുള്ള കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. അവിടുത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ കുറെ നേരം ഗ്ലാസ് ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്തിട്ടോ. ഇതുവരെ മിനിയൂട്ടി കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും മിനിയൂട്ടിക്ക് പോന്നോളിട്ടോ. ഒരിക്കലും നിങ്ങളെ യാത്ര വേസ്റ്റ് ആവൂല. അമ്മമ്മ കണ്ടോ, പേടിച്ചിട്ട് എൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ അമ്മമ്മേൻ്റെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൈയൊന്ന് വിട്ടോക്കി. ഞാൻ പിടി വിട്ടപ്പോൾ പിന്നെ അമ്മമ്മ കമ്പിയിലായി പിടി. ഇവിടെ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, ലൈറ്റും DJ ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു പെറ്റ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അവിടേക്കാണ്. ഇതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. ഇവിടെ വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ. ഇവിടെ 50 രൂപ കൊടുത്താലും ഇവിടെ കുറെ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഏത് കിളീനാണെങ്കിലും നമുക്ക് കയ്യിലെടുക്കാം. അതിന് പിന്നെ പ്രത്യേക ഫീ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു പൊങ്കന്നൂർ പശുവിനെയും കാളേനെയും കണ്ടു. അത് ലൈവായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പൊങ്കന്നൂർ പശുവിനെ. ചേച്ചി പാമ്പിനെ കഴുത്തിട്ട പോലെ ഞങ്ങൾ എല്ലാവരും കഴുത്തിലിട്ടീന്ന് പാമ്പിനെ.
ഇനി ഞങ്ങൾ പോണത് അണ്ടർ വാട്ടർ അക്വാറിയത്തിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ പലതരം മീനുകളുണ്ട്. അപ്പൊ കാണാത്തവരെല്ലാരും മിനിയൂട്ടി കാണാൻ പോന്നോളി. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു.